ഗാനഗന്ധർവൻ അതുല്യ ഗായകൻ KJ യേശുദാസിന് ഇന്ന് 86-ാം പിറന്നാൾ. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ ഒരു പ്രതിഭയുണ്ട് ഷാർജയിൽ, ഹിതേഷ് കൃഷ്ണ. യേശുദാസ് എന്ന വ്യക്തിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് സാധിച്ചു. സംഗീതത്തെപ്പറ്റി എഴുതാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ സ്വരുക്കൂട്ടുകളും ചെയ്യുകയാണ്. പക്ഷെ ഒറ്റ ദുഃഖമുള്ള അവൻ എടുത്ത സബ്ജക്റ്റ് എന്നെ പറ്റിയാണ്. ഞാനിപ്പോഴും ഒന്നും സംഗീതത്തിന്റെ ഒരു അംശം ആയിട്ടില്ല. അത് എന്താണ് എഴുതാൻ പോകണമെന്നുള്ളതിന് എനിക്ക് സംശയമാണ്. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങള് അവനെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശിശുക്കളെ സ്നേഹാർദ്ര നീലാംബരിയാൽ തലോടി സംഘർഷവേദിയിൽ ആദ്യം ദാസേട്ടൻ പഠിപ്പിച്ചു, പിന്നെ ദാസേട്ടനെ പഠിച്ചു. ഇതാണ് ഹിതേഷ് കൃഷ്ണയുടെ ജീവിതം. മലയാളി ദിവസത്തിൽ ഒരു തവണയെങ്കിലും കേൾക്കാതെ പോകില്ല ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്വരം. ഗാനഗന്ധർവൻ്റെ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരംഗത്തെ പോലെ താമസിച്ച് 5 വർഷം സംഗീതം പഠിക്കുകയും ആ ജീവിതം അടുത്തു നിന്ന് അറിയുകയും അദ്ദേഹത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത പ്രതിഭയാണ് ഡോക്ടർ ഹിതേഷ് കൃഷ്ണ. ഞാനിത് സബ്മിറ്റ് ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. എൻ്റെ ഗൈഡ് ഡോക്ടർ K ഓമനക്കുട്ടി ടീച്ചറായിരുന്നു. MG രാധാകൃഷ്ണ സാറിൻ്റെ MG ശ്രീകുമാരേട്ടൻ്റെയും സഹോദരി. ടീച്ചറിൻ്റെ കീഴിലാണ് ഞാനിത് പഠിച്ച് സബ്മിറ്റ് ചെയ്തത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സബ്മിറ്റ് ചെയ്തു. ഏകദേശം 7 വർഷത്തോളം ഞാൻ എടുത്തു. പക്ഷേ അതൊന്നും ഒരു പോരാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനിയും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള സമയവും ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് വേണം നമുക്ക്. 14-ാമത്തെ വയസ്സിലായിരുന്നു പുനലൂർ സ്വദേശിയായ ഹിതേഷ് യേശുദാസിൻ്റെ ശിഷ്യനാകാൻ സമീപിക്കുന്നത്. പിന്നീട് യേശുദാസ് സമ്മതം മൂളിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ നിന്നാണ് സംഗീതവും പിന്നെ ജീവിതവും പഠിച്ചത്. 7 വർഷത്തെ പരിശ്രമ ഫലമായിരുന്നു ഈ ഗവേഷണ ഗ്രന്ഥം. 5 വർഷത്തിലേറെ യേശുദാസിനൊപ്പം ജീവിച്ചപ്പോൾ ലഭിച്ച അറിവുകൾ മാത്രം മതിയായിരുന്നു ഇത് തയ്യാറാക്കാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച് ഗുരുകുലം പോലെ 7 വർഷത്തിന് മേളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് സന്തത സഹചാരിയായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു മഹാഭാഗ്യം കിട്ടിയപ്പോഴാണ്. അപ്പം നമുക്ക് ഏതൊരു വ്യക്തികളെയും നമുക്ക് ദൂരെ നിന്ന് കണ്ട് പല അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് പറ്റും. പക്ഷേ നമുക്ക് അവരെയൊക്കെ അടുത്തറിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ സ്വഭാവങ്ങളായാലും അവരുടെ മറ്റ് ജീവിതചര്യകളായാലും ഒക്കെ നമുക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ചൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാഗായകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായി അവതരിപ്പിച്ചുവെന്ന് ഹിതേഷ് അവകാശപ്പെടുന്നില്ല. പക്ഷേ ജീവിക്കുന്ന ഒരു സംഗീതജ്ഞനെക്കുറിച്ച് കേരളത്തിലൊരാൾ ഗവേഷണം നടത്തി ഗ്രന്ഥം തയ്യാറാക്കിയത് ഇതാദ്യമായാണ്. A4 സൈസ് കടലാസിൽ 405 പേജുള്ള പഠനത്തിൽ യേശുദാസിനെക്കുറിച്ചുള്ള അപൂർവ പത്രക്കട്ടിങ്ങുകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പല ഇൻ്റർവ്യൂകളുടെയും ഒക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം ചില രാഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് അദ്ദേഹം നേരിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെ പ്രാക്ടീസ് ചെയ്തപ്പം അദ്ദേഹത്തിന് പ്രകൃതിപരമായിട്ട് തന്നെ വന്ന ചില എന്താ പറയുന്ന അനുഭവങ്ങൾ, അപ്പോൾ അതൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ചെറിയ വിവരണങ്ങളൊക്കെ ഞാനിതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന വോയിസ് കൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഗവേഷണ ഗ്രന്ഥം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഹിതേഷ്. ോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം
എൻ്റെ ഗുരുനാഥന്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാസാറിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും മംഗളങ്ങളും നൽകണമെന്ന് ആത്മാർത്ഥമായി എല്ലാ സർവേശ്വരന്മാരോടും പ്രാർത്ഥിക്കുന്നു. ഗാനഗന്ധർവന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.